ഹായ് നമസ്കാരം, ലക്ഷ്മികാന്താണ്. ഇന്ന് വേറൊരു ടോപ്പിക്കുമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ നാട് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കേൾക്കുന്ന സമയമാണല്ലോ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ MDMA അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു സംഭവം ഇന്ന് രാവിലെ തന്നെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് പള്ളത്താങ്കുളങ്ങര എന്ന് പറയും വളവാണിത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വിളക്കെ ഡംപ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ഒരു പട്ടിക്കൂട് വന്നു. അപ്പോൾ ആ കൂടിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ കുറേ ബിയറിൻ്റെ കുപ്പികളും കുറേ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ അകത്ത് കുറേ കിറ്റൊക്കെ ഉണ്ട്. അത് അടിച്ച് പെറുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് കിട്ടുന്നത് MDMA പാക്കറ്റ് അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ നാട് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാരാണ്, ഒരു 18, 25, 26 വയസ്സുള്ള പിള്ളേരാണ് ഇതിൽ കൂടുതലും ഉള്ളത്. എങ്കിലും പ്രായമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയാണ്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ആപത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഇനിയുള്ള തലമുറ കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യം എന്നിപ്പോൾ ഒന്നുമല്ല. കാര്യം MDMA ഒക്കെ വന്നേ പിന്നെ കഞ്ചാവൊന്നുമല്ല, അതൊക്കെയാണ് ലെവല് ഇത് വേറെ. അപ്പോൾ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവന്മാർ ബിയർ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോർത്ത് എല്ലാവരും ശ്രദ്ധയിൽ ഇത് എത്തിക്കുക. ഈ പോക്ക് വളരെ മോശമാണ്. പോലീസുകാരായാലും ആർക്കും പരിമിതികളുണ്ട്, എക്സൈസിനായാലും പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരവരുടെ വീട്ടിലുള്ള പിള്ളേരെ അവരോട് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. അപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഒരിക്കൽ കൂടി എടുത്ത് കാണിക്കുകയാണ്. ബിയറിൻ്റെ കുപ്പികളും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പ്ലാസ്റ്റിക് കുപ്പികൾ ആകെ 2-3 ബോട്ടിലേ ഉള്ളൂ കേട്ടോ. പിന്നെ അറ്റത്ത് നോക്കണമെങ്കിൽ എന്തോ കഞ്ചാവോ ഗുഡ്ഖ എന്തോ സാധനം കൂടി അതിൻ്റെ അകത്ത് കിടക്കുന്ന നമുക്ക് കാണാം. അപ്പോൾ ആ കുറേ സഞ്ചികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് വല്ല കഞ്ചാവോ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ആയിരിക്കും, ഇവന്മാർ ഉപയോഗിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളായിരിക്കും. പിന്നെ എന്തൊരു വലിയൊരു കുപ്പിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അധികാരികൾ എത്തിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോർത്ത് ഇത് എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് സ്വീകരിച്ചിട്ട് ഈ നാടിനെ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കണം എന്നാണ് എൻ്റെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.